ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. അതിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് 11 കിലോ വോൾട്ടിലാണ് സാധാരണ. അല്ലാത്തൊക്കെ ഉണ്ട്, ഇതൊക്കെ പഴയ അല്ലാത്ത വാല്യൂസും ഇന്ന് ഇന്ത്യയിലുണ്ട്. ജനറേഷൻ വോൾട്ടേജ് ഒക്കെ മാറിയ പവർ സ്റ്റേഷൻസും ഉണ്ട്. എങ്കിലും പറഞ്ഞത് മാത്രം ടെക്സ്റ്റിൽ പറഞ്ഞാൽ മതി. ചോദിക്കും ജനറേഷൻ എത്രയാണ്, രണ്ട് തരത്തിൽ ചോദിക്കാം. അപ്പോൾ 11 kV എന്ന് ഉത്തരം തരാം, അല്ലെങ്കിൽ 11,000 വോൾട്ട് എന്നും ഉത്തരം തരാം. ഇനി പവർ സ്റ്റേഷനിൽ വെച്ചിട്ട് അതിനെ എത്രയാക്കി മാറ്റും? 220 കിലോ വോൾട്ട് ആക്കി മാറ്റും. എന്തിനു വേണ്ടിയിട്ടാ? പവർ ലോസ് കുറയ്ക്കാൻ, പ്രസരണ നഷ്ടം കുറയ്ക്കാൻ, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ, അതിനു വേണ്ടിയിട്ട്. എന്നിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റില് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ഡിസ്റ്റൻസ് ടു വിച്ച് ദ ട്രാൻസ്മിഷൻ ഈസ് ടു ബി ഡൺ, ഡിഫറെന്റ് വോൾട്ടേജസ് ലൈക്ക് 110 കിലോ വോൾട്ട്, 400 കിലോ വോൾട്ട് ആർ ഓൾസോ മെയ്ഡ് യൂസ് ഓഫ്. അതായത് 220 കിലോ വോൾട്ട് എന്നുള്ളത് കൂടാതെ ദൂരത്തിനനുസരിച്ച് ചിലപ്പോൾ 110 പതിവുണ്ട്, അതുമാതിരി 400 കിലോ വോൾട്ട് ഇതിനേക്കാൾ കുറവും പതിവുണ്ട്, കൂടുതലും പതിവുണ്ട് എന്ന്. ഇനി ആ 220 കിലോ വോൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ദിക്കിൽ വെച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് പല രീതിയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് വലിയ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് വലിയ കൊച്ചിൻ റിഫൈനറി അല്ലെങ്കിൽ FACT അങ്ങനെ തുടങ്ങിയ വലിയ കമ്പനികൾ എന്ന് പറയാം. അതിന് വലിയ വോൾട്ടേജുകൾ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സ്മോൾ സ്കെയിലിനനുസരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും ഇൻഡസ്ട്രിയൽ പർപ്പസിന്. അവസാനം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വിതരണ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ ആണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, വിതരണ ട്രാൻസ്ഫോമർ. നമ്മുടെ സ്കൂളിന്റെ മുമ്പിൽ തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതൊരു വിതരണ ട്രാൻസ്ഫോമർ ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ അതിലേക്ക് വരിക 11 കിലോ വോൾട്ട് ആണ്. 11 കിലോ വോൾട്ട് എത്ര പ്രവാഹം വരും? 3 പ്രവാഹം വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജനറേഷന് നമ്മൾ ഉപയോഗിക്കുക, പവർ സ്റ്റേഷനിൽ ജനറേഷൻ പവർ ഉൽപ്പാദിപ്പിക്കാൻ, കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക 3 ഫേസ് ജനറേറ്റർ ആണ്, സിംഗിൾ ഫേസ് അല്ല. അതായത് ആ ജനറേറ്റർ, ആ ടർബൈൻ കറങ്ങുമ്പോൾ നമുക്ക് പരമാവധി ഗുണം ലഭിക്കണം. അതിനാൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിന് ചുറ്റും, മാഗ്നറ്റിനെയാണ് കറക്കുക നമ്മൾ പറഞ്ഞു പ്രായോഗികമായിട്ട്. ഒരു മാഗ്നറ്റിന് ചുറ്റും എന്ത് ചെയ്യും? 3 കോയിലുകൾ വെക്കും. ഒരു മാഗ്നറ്റിന് ചുറ്റും 3 കോയിൽ വെക്കും. അപ്പൊ ഈ മാഗ്നറ്റ് കറങ്ങിക്കഴിഞ്ഞാൽ ഈ കോയിലും പ്രവാഹം ഉണ്ടാവും, ഈ കോയിലും പ്രവാഹം ഉണ്ടാവും, ഈ കോയിലും പ്രവാഹം ഉണ്ടാവും. അതിനാൽ 3 പ്രവാഹം. അപ്പൊ ഒറ്റ മാഗ്നറ്റ് കറക്കുന്നത് വഴി നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. 3 പ്രവാഹം നമുക്ക് ലഭിക്കും. അപ്പോ ആ 3 പ്രവാഹം, അല്ലെങ്കിൽ 3 ഫേസ് എന്നാണ് പറയാ, ആ 3 ഫേസ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് വരിക. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിലേക്ക് വരിക. എത്രയാണ് വരിക? 11 കിലോ വോൾട്ടാണ്. ഇത്രയും വോൾട്ടേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പൊ ആ ബുള്ളറ്റിൻ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ബുള്ളറ്റിൻ ഓരോ സ്റ്റേജിലുമുള്ള ട്രാൻസ്ഫോമറുകളെ കുറിച്ചാണ്. ആദ്യം വാട്ട് ഈസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ്? എന്താണ് പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം? എന്താ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ. എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ദ പവർ ലോസ്. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് വി ക്യാൻ ഇൻക്രീസ് ദ വോൾട്ടേജ് വിത്തൗട്ട് പവർ ലോസ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് നമുക്ക് പവർ നഷ്ടമില്ലാതെ ഉയർന്ന വോൾട്ടതയിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യും? പവർ ട്രാൻസ്മിഷൻ നടത്തും. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദർ ഇൻ പവർ സ്റ്റേഷൻ? ചോദിക്കും. പവർ സ്റ്റേഷനിൽ, വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? വൈദ്യുത നിലയത്തിലെ ജനറേറ്ററിൽ നിന്നും 11 കിലോ വോൾട്ട് ഉണ്ടാക്കുന്നു, അതിനെ 220 കിലോ വോൾട്ട് ആക്കി മാറ്റുന്നു. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അതിന്റെ ഉത്തരം വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദർ ഇൻ സബ്സ്റ്റേഷൻ? എന്ന് പറയാൻ ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ പർപ്പസിനും നമ്മുടെ ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ്
സർക്യൂട്ടിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ ആവശ്യത്തിന് നമ്മൾ ഇനി എന്താ ചെയ്യുക, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അപ്പൊ സബ്സ്റ്റേഷനിലായാലും അതുമാതിരി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലായാലും ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുക ഇനി എന്താ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് പ്രത്യേകം ഓർക്കുക. സ്റ്റെപ്പ് അപ്പ് ആകെ ഉപയോഗിക്കുക എവിടെയാ, പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത നിലയത്തിൽ മാത്രമേ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ള സബ്സ്റ്റേഷനുകളിലും അതുമാതിരി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ആണ്. അത് പ്രത്യേകം ഓർക്കണം. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ? വിതരണ ട്രാൻസ്ഫോമർ ഏത് തരത്തിൽപ്പെട്ടതാണ്? വിതരണ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ആണ്. നമുക്ക് അതിലേക്ക് വരാം. വിതരണ ട്രാൻസ്ഫോമർ ഞാൻ പറഞ്ഞു 3 പ്രവാഹം വരും, 11 കിലോ വോൾട്ടുള്ള 3 പ്രവാഹം വരും. അതിനാൽ തന്നെ അതില് 3 കമ്പികൾ വരും. ഇനി ഇതിന്റെ സെക്കൻഡറി വൈൻഡിങ്സിൽ നിന്നും 4 കമ്പികൾ വരും. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പ്രവാഹം വരുന്നതിന് 3 കോയിലുകൾ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ 3 പ്രവാഹത്തിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ സെക്കൻഡറിയിൽ എത്ര കോയിൽ ഉണ്ടാവും? 3 കോയിൽ ഉണ്ടാവും. 3 കോയിൽ. ഈ 3 കോയിലിനെ ഞാൻ ചിത്രം ഒന്ന് മാറ്റണം. ഈ 3 കോയിലിനും ഓരോ എൻഡ് എടുത്തിട്ട് ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കും. ഈ കോമൺ പോയിന്റിൽ നിന്നും ഒരു ലൈൻ പുറത്തേക്ക് കൊണ്ടുവരും ട്രാൻസ്ഫോമറിന്റെ. പിന്നെ ഈ ഫ്രീ എൻഡുകളും കൊണ്ടുവരും. അപ്പൊ അങ്ങനെ മൊത്തം 4 വയർ പുറത്തേക്ക് വരും. നമ്മുടെ വിതരണ ട്രാൻസ്ഫോമറിൽ നിന്ന് മൊത്തം 4 വയറുകൾ പുറത്തേക്ക് വരും. ഈ കോമൺ പോയിന്റ് 3 കോയിലിന്റെയും ഓരോ അറ്റം ചേർത്തുണ്ടാക്കുന്ന ഈ കോമൺ പോയിന്റിന് നമ്മൾ പറയാം ന്യൂട്രൽ എന്നാണ്. ഇതിന്റെ പേരും ഇവയ്ക്കിടയിലുള്ള വോൾട്ടേജും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ സ്റ്റാർ കണക്ഷൻ ഒന്നും പഠിക്കാനില്ല, ഞാൻ പറഞ്ഞത് മാത്രം. നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകൾ മാത്രമേ ഓർത്താൽ മതി. എന്തുകൊണ്ടാണ് അവിടെ ഈ വോൾട്ടേജ് വരുന്നത് എന്നൊന്നും നമുക്ക് പഠിക്കാനില്ല. അതിനാൽ തന്നെ ഇപ്പൊ ഇത് പറയാൻ നിവൃത്തിയും ഇല്ല. അപ്പോ ന്യൂട്രൽ, ഈ ലൈൻ എന്ന് പറയുന്ന പേരാണ് ന്യൂട്രൽ. നമ്മുടെ വീടുകളിൽ പലപ്പോഴും പറയുന്നതാണ് ന്യൂട്രൽ. കട്ടായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മറ്റ് 3 ലൈനുകൾ P1, P2, P3, ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഇതാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ വിതരണ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് 4 വയറുകൾ വരും. ഓരോന്ന് എന്താ, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, P1, P2, P3. മറ്റേതോ ന്യൂട്രൽ. ഇനി ഇതിന് എന്ത് ചെയ്യും? ഇവിടെ വീടുകളിലേക്ക് വേണ്ടത് സാധാരണ 230 വോൾട്ട് ആണ്. അപ്പോ ഇവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇനി ഓർത്ത് വെക്കേണ്ടത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ന്യൂട്രൽ പൊട്ടൻഷ്യൽ ഈസ് 0. ന്യൂട്രൽ വയർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഭൂമിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും എത്രയാ? 0 ആണ്. ഭൂമി ഇലക്ട്രോൺ ബാങ്ക് ആണ്. ഭൂമിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും 0 ആണ്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് വൈദ്യുതി ഒഴുകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഭൂമിയിൽ നിന്ന് ന്യൂട്രൽ ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമോ? ഭൂമിയിൽ നിന്ന് ന്യൂട്രൽ ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ല. കാരണം ന്യൂട്രൽ 0 പൊട്ടൻഷ്യലാണ്. അതുമാതിരി ഭൂമിയും 0 പൊട്ടൻഷ്യലാണ്. തിയറിറ്റിക്കലായിട്ട്. പ്രാക്ടിക്കലായിട്ട് ന്യൂട്രലിൽ ചിലപ്പോൾ വോൾട്ടേജ് ഒക്കെ വന്നു വരാം. അതിനാൽ ഇത് ന്യൂട്രൽ ലൈനാണ്, വോൾട്ടേജ് 0 ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ന്യൂട്രൽ ലൈനിന്റെ മുകളിൽ കയറി പിടിച്ചു നോക്കരുത് വീട്ടില്. ഓക്കെ. അപ്പോ നമ്മുടെ പ്ലഗ് പോയിന്റിലൊക്കെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിൽ മാത്രമേ ടെസ്റ്റർ കൃത്യമായിട്ട് കത്താൻ പാടുള്ളൂ. കാരണം ആ ഫേസ് ലൈനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മറ്റേ ന്യൂട്രൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഫേസും ന്യൂട്രലും തിരിച്ചറിയാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇനി ഓർക്കേണ്ടത് ഫേസ് ആൻഡ് ന്യൂട്രൽ. ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് എത്രയാ? 230 വോൾട്ട് ആണ്. അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് KSCB തരിക ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ് തരിക നമ്മുടെ വീടുകളിലേക്ക്. ആ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട്. അതിനാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ നമ്മുടെ വിതരണ ട്രാൻസ്ഫോമറിൽ നിന്ന് 3 ഫേസ് ലൈനുകൾ വരുന്നതിനാൽ ഇതിനെയാണ് നമ്മൾ സാധാരണ സിമ്പിൾ ആയിട്ട് ലൈൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് 30 വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ P1 10 വീട്ടിലേക്ക് കൊടുക്കും, P2 10 വീട്ടിലേക്ക് കൊടുക്കും, P3 10 വീട്ടിലേക്ക് കൊടുക്കും. അപ്പൊ അതാണ് ചിലപ്പോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കും. അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സങ്കടമായി. അപ്പോ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടാവും, പക്ഷെ അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടാവും. എന്തായിരിക്കും? നമ്മുടെ വീട്ടിലേക്ക് തന്നേക്കുന്നത് P1 ആവും. ആ P1 എന്നുള്ള ലൈനിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും. മറ്റേ വീട്ടിലേക്ക് P2 ആവും തന്നിട്ടുണ്ടാവുക. അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ആ P2 മറ്റേത് P1 എവിടെയെങ്കിലും പൊട്ടി വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതാണ്
ഫേസ് ലൈനുകളുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. P1 10 വീട്ടിലേക്ക് കൊടുക്കും, P2 10 വീട്ടിലേക്ക് കൊടുക്കും, P3 10 വീട്ടിലേക്ക് കൊടുക്കും. ന്യൂട്രൽ ലൈൻ ഒന്ന് തന്നെ അത് എല്ലാ വീടുകളിലേക്കും കൊടുക്കും. അപ്പൊ KCB പോസ്റ്റിന്റെ മുകളിൽ നിന്ന് 2 വയറാണ് നമുക്ക് തരിക, ഒന്ന് ഫേസ് ലൈൻ പിന്നെയോ ഒന്ന് ന്യൂട്രൽ ലൈൻ. ഇത് കൂടാതെ വീടുകളിൽ കണക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എർത്ത് ലൈനും കൂടി വേണം. അത് നമ്മൾ ഇനി വിശദമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ അടുത്തത് 2 ഫേസ് ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജ് 400 വോൾട്ട് ആണ്, 400 വോൾട്ട് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ അതൊന്നും നമുക്ക് പഠിക്കാനില്ല, ആ നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പൊ 2 ഫേസ് ലൈനൊക്കെ കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും, 3 ഫേസ് ലൈനും കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ അഗ്രികൾച്ചറൽ പർപ്പസിന് വലിയ പറമ്പാണ്, നനയ്ക്കാനൊക്കെ മോട്ടോർ വേണം വെച്ചാൽ 3 ഫേസ് മോട്ടോറുകളുണ്ട്, 3 ഫേസ് കൊടുക്കും. പിന്നെ അതുമാതിരി റൈസ് മില്ല്, പൊടിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങള്, ഫ്ലവർ മിൽസ് ഒക്കെ, അവിടെയൊക്കെ എന്ത് വേണ്ടി വരും, 3 ഫേസ് ലൈനൊക്കെ വേണ്ടി വരും. നമ്മുടെ ഇപ്പൊ വീടുകളിലേക്കും അതെ 3 ഫേസ് കണക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വലിയ വീടാണെന്നുണ്ടെങ്കിൽ 3 ഫേസ് ലൈനാണ് തരിക നമുക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ പക്ഷെ ഫേസ് 2 ഫേസ് കണക്ട് ചെയ്യേണ്ടി വരില്ല വീട്ടില്, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഫേസോ 3 ഫേസോ കണക്ട് ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞത്, വലിയ പവർ വേണ്ട ഉപകരണങ്ങളാണ്. അല്ലാണ്ട് വീടുകളിൽ 2 ഫേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ 400 വോൾട്ട് ആണ്, നമ്മുടെ ഉപകരണങ്ങൾ 230 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക, ഉപകരണം കേടുവരും. അപ്പൊ ഫേസും തമ്മിൽ 400 വോൾട്ട് അത് അറിഞ്ഞിരിക്കണം. ന്യൂട്രൽ ലൈനും എർത്തും, ഈ എന്ന് പറഞ്ഞാൽ എർത്ത്, ന്യൂട്രൽ ലൈനും ഭൂമിയും തമ്മിൽ 0 വോൾട്ട്. ഇനി എർത്തും ഫേസും തമ്മിൽ, ന്യൂട്രൽ ലൈനും ഫേസ് തമ്മിൽ 230 വോൾട്ട് ആണ്. എർത്ത് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലൈൻ ഈക്വലന്റ് ആണ്, 0 വോൾട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എർത്ത് ഭൂമിയും ന്യൂട്രൽ ലൈനും ഫേസ് ലൈനും തമ്മിൽ എത്രയാ, 230 വോൾട്ട്. അത് പ്രത്യേകം ഓർക്കണം. അപ്പോ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ വൈദ്യുത പ്രവാഹം സാധ്യമാകുള്ളൂ. അപ്പൊ ഓർക്ക, ഭൂമിയിൽ നിന്ന് ന്യൂട്രൽ ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ല, കാരണം ഭൂമിയും തിയററ്റിക്കലായിട്ട് പക്ക ന്യൂട്രൽ ലൈനാണ്, ഷോക്ക് അടിക്കില്ല. ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഭൂമിയിൽ നിന്ന് ഫേസ് ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, കാരണം എത്രയാ, 230 വോൾട്ട് ആണ്. ഇനി മറ്റോണം, ഒരാള് ഭൂമിയിലോ ഫേസ് ലൈനിലോ തൊടാതെ ചാടി, ഭൂമിയിലോ തൊട്ടടുത്ത ഫേസ് ലൈനിലോ അല്ലെങ്കിൽ ന്യൂട്രൽ ലൈനിലോ തൊടാതെ ചാടി ഒരു ഫേസ് ലൈനിൽ 2 കൈയും പിടിച്ച് തൂങ്ങി കിടക്കാന്ന് വിചാരിക്കും. ഒരു ഫേസ് ലൈനിൽ തൂങ്ങി കിടക്കണോ, അയാൾ ഭൂമിയിൽ തൊട്ടിട്ടില്ല, തൊട്ടടുത്ത ന്യൂട്രൽ ലൈനിൽ തൊട്ടിട്ടില്ല, തൊട്ടടുത്ത ഫേസ് ലൈനിലും തൊട്ടിട്ടില്ല, അയാൾ ഷോക്ക് അടിക്കുമോ എന്നുള്ളതാണ്. അയാൾ ഷോക്ക് അടിക്കില്ല, അയാൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്റിന്റെ മുകളിൽ കൂടെ ഉള്ള കമ്പിയുടെ മുകളിൽ കാക്ക ഇരിക്കുന്നത്. കാക്കത് മണത്ത് നോക്കി ഫേസ് ആണോ ന്യൂട്രൽ ആണോ നോക്കിയിട്ടൊന്നല്ല ഇരിക്കണത്. മണത്ത് നോക്കിയാൽ മനസ്സിലാവൂല. കാക്ക എന്താ, കാക്കയ്ക്ക് ഒരിക്കലും ഒരു കാല് ഒരു കമ്പിയുമേയും മറ്റേ കാല് വേറൊരു കമ്പിയുമേയും വെച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നാൽ കഴിഞ്ഞു കാക്കയുടെ പരിപാടി. അപ്പൊ സാധാരണ വവ്വാലും ഒക്കെ അത്തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ അറിയാതെ 2 കമ്പിയുടെ മുകളിൽ തൊടേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് അത് ഷോക്കടിച്ച് ചാവുന്നത്. അപ്പൊ അത് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വോൾട്ടേജുകൾ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. അതുമാതിരി എവിടേക്കാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, എവിടേക്കാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, അതും പ്രധാനപ്പെട്ടതാണ്. അത് ഓർത്തു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ എളുപ്പമാണ്. പവർ സ്റ്റേഷനിൽ, വൈദ്യുത നിലയത്തിൽ മാത്രമേ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇഫ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എർത്ത് ടച്ചസ് എ ഫേസ് ലൈൻ, ഭൂമിയിൽ നിന്നുകൊണ്ട് ഫേസ് ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ വിൽ ഷീ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്, വൈ? കിട്ടും. കാരണം എന്താ, എർത്ത് ഭൂമിയിൽ നിന്ന് ഫേസ് ലൈനിൽ, യെസ്. എന്താ കാരണം, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഫേസ് ലൈൻ ഈസ് 230 വോൾട്ട്. ഭൂമിയും ഫേസ് ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആയതിനാൽ ഷോക്ക് അടിക്കും. ഇനി വിച്ച് ആർ ദ ലൈൻസ് എസെൻഷ്യൽ ഫോർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ? ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും വേണ്ടത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ? ഈ പറഞ്ഞതിൽ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനുമാണ്. പിന്നെ എർത്ത് ലൈനും കൂടിയും നമുക്ക് വേണം, ആവശ്യമായിട്ട് വരും. അപ്പോൾ ഉത്തരം പൂർണ്ണമാവണമെങ്കിൽ ഫേസ് ലൈൻ, എർത്ത് ലൈൻ, ന്യൂട്രൽ ലൈൻ, ഇത് 3ഉം വേണം. ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്, ഗൃഹ വൈദ്യുതീകരണമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.